പ്രിയപ്പെട്ട വത്സല നമ്മുടെ കൂടെ ഉണ്ട്. വത്സല ഇടയ്ക്കൊക്കെ ചില വരികൾ എഴുതിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ ഭാഷയാണ് കവിത എന്ന് നമുക്കറിയാം. ഹൃദയഹാരിയായ വാക്യം കവിത, ഹൃദയഹാരിയായ കർമ്മം കല. അപ്പോ നമ്മുടെ ഗ്രൂപ്പ് തന്നെ ഇതിനെ അന്വർത്ഥമാക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോ നമ്മുടെ വത്സലയെ സ്വന്തം കവിത അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കന്നികാരം വിഷുപക്ഷീരുന്നെത്തും നിമിഷവും കാത്തുകാത്തി വിശിഷ്ടമാം കൈത്തരൂ വിളങ്ങിപ്പൂ പുലരിയും സന്ധ്യയും മാറി മാറി പലവട്ടം നീരുന്നെത്തി കൊന്ന കൊണ്ടേ വിഷുപക്ഷി മാത്രം വന്നില്ല ഇഷ്ടമുള്ള പാട്ടൊട്ടും കേട്ടില്ല പൂതുരഞ്ഞു നിന്നോരാ കന്നികാരം പതിയെ പൊന്മണി മാലകളെല്ലാം അഴിച്ചു വച്ചു കാലമതിൽ കണ്ണൊഴി കായ്കളാക്കി തിരിച്ചു നൽകി കണ്ണൊഴി കായ്കളായി നീണ്ടു വന്നു. ഞാൻ കവിത എഴുതാനാണെന്നല്ല, പക്ഷെ എല്ലാം ഒന്ന് ചൊല്ലി നോക്കാനുള്ള താല്പര്യം മാത്രം. ഫേസ്ബുക്കിൽ കണ്ടൊരു കവിതയാണ് കൃഷ്ണപ്രിയയെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ കുറെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു, പക്ഷെ കണ്ടില്ല. ഈ കവിത എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് മാത്രം ഞാൻ ചൊല്ലാം. തിരികെ തരുമോ എന്റെ ബാല്യം. ഹലോ പാടത്തിലൂടെ കതിരോന്റെ കിരണങ്ങൾ പുഞ്ചിരി തൂകുന്ന
ആദ്യന്തമില്ലാത്ത യാത്ര തുടരണം. സന്ധ്യകൾ കുങ്കുമം വാരി വിതറുമ്പോൾ കടവത്തു നിൽക്കുന്ന ചമ്പകം പൂക്കും. പൂത്തൊരാ പൂവിൻ നറുമണമേൽക്കെ പൂവാങ്കുരുന്നിലേക്കൊപ്പം കളിച്ചു നിലാവു ചുംബിച്ച രജനികൾക്കൊപ്പം കിനാവു കണ്ടൊന്നിരിക്കുന്നുറങ്ങേണം. നഷ്ടസ്വപ്നങ്ങളെ തിരികെ തരുമോ? തിരികെ കിട്ടാത്ത ബാല്യങ്ങളൊക്കെയും. നഷ്ടസ്വപ്നങ്ങളെ തിരികെ തരുമോ? തിരികെ കിട്ടാത്ത ബാല്യങ്ങളൊക്കെയും. ഓർമ്മകളായിരം നോവുകളായി എണ്ണിപ്പുണരുന്ന വേളയിലൊക്കെ എന്തിനു വേണ്ടി ഞാൻ ഇന്നും കൊതിക്കുന്നു. നാട്യങ്ങളില്ലാത്ത ആ നല്ല നാളുകൾ. നാട്യങ്ങളില്ലാത്ത ആ നല്ല നാളുകൾ. നാട്യങ്ങളില്ലാത്ത ആ നല്ല നാളുകൾ. ആദ്യ ചോദ്യത്തിലുള്ള ഉത്തരം വയറ് നിറയെ മനസ്സ് നിറയെ ഹൃദയം നിറയെ സ്നേഹങ്ങളായിട്ടാണ് പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോഴേ എന്റെ ഒരു 6 മാസം ഞാൻ വലിയൊരു അപകടത്തിലായിരുന്നു. പിന്നെ 1.5 വർഷമാണ് നിങ്ങളെ ഈ 6 മാസം എന്നുള്ളത് നമ്മുടെ കോളേജിൽ അറ്റൻഡൻസ് ഇല്ലാത്ത കാരണം ഞാൻ അങ്ങ് പോയതാണ്. അല്ലെങ്കിൽ എനിക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പൊ സാറുമാർ അറ്റൻഡൻസ് ഇല്ലാത്ത കാരണം എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എന്നുള്ളത്. എനിക്ക് സീരിയസ് ആയിട്ട് തീപ്പൊള്ളിയിട്ട് 6 മാസം 10-ാം തീയതി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവിടെ വാർഡിലായിരുന്നു. പിന്നെ 6 മാസം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ഇയേഴ്സൊക്കെ ബാക്കപ്പ് ആയിരുന്നു. അതൊക്കെ 2ാമത്തെ വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ സെന്റ് തോമസ് കോളേജിൽ BSc മാത്സ് ജോയിൻ ചെയ്തു തൃശ്ശൂർ. അത് കഴിഞ്ഞ് ഫസ്റ്റ് ലിസ്റ്റ് വന്നപ്പോൾ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ചോയ്സ് കൊടുത്ത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ബിടെക് കെമിക്കൽ തൃശ്ശൂർ കിട്ടി. അവിടെ ജോയിൻ ചെയ്തു. 1986 എഞ്ചിനീയറിംഗ് ആകാമുണ്ട്. 1986 എഞ്ചിനീയറിംഗ് പാസ്സായി. പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല. പതിവുപോൽ കൊത്തി പിരിഞ്ഞുപോയി നെൽച്ചൂടിലടവെച്ചുയർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമില്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കി മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. ഇരുളിൽ തിളങ്ങും ഈ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താരങ്ങളുണ്ട്. അപ്പാട്ടിലാഹ്ലാദത്തേനുണ്ട്, കനിവഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ
തൻ കൊച്ചു ചിറകിന്റെ നോവു മറന്നു പോകേ. ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ വിരിവാനമുള്ളാൽ പുണർന്നുകൊണ്ടേ. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റച്ചിറകിന്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റച്ചിറകിന്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. നിഷ്ഫലമല്ലി ജന്മം തോഴ നിനക്കായി പാടുമ്പോൾ നിഷ്ഫലമല്ലി ഗാനം നീ അത് മൂളി നടക്കുമ്പോൾ എന്നാണ് സുഗതകുമാരി പറയുന്നത്. അതേപോലെ ദൂരെ ആരോ കൊളുത്തി നീട്ടും ആ ദീപവും നോക്കി ഏറെ ഏകയായി കാത്തുവെക്കുവാൻ ഒന്നുമില്ലാതെ തീർത്തു ചൊല്ലുവാൻ അറിവുമില്ലാതെ പൂക്കളില്ലാതെ പുലരിയില്ലാതെ ആർദ്രമേതോ വിളിക്കു പിന്നിലായി പാട്ടുമൂളി ഞാൻ പോകവേ നിങ്ങൾ കേട്ടു നിന്നുവോ തോഴരെ നന്ദി. ഇതും സുഗതകുമാരിയുടെ വരികളാണ്. ഇതൊക്കെ നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിനൊക്കെ ഈ ഗ്രൂപ്പ് ഇതിനൊക്കെ ഒരു നിമിത്തമായി എന്നുള്ളത് വീണ്ടും വീണ്ടും സന്തോഷത്തോന്നാണ്. അപ്പൊ നിർമ്മലയുടെ കവിത ആലാപനം എന്നുള്ളത് കേൾക്കാത്തൊരു കാര്യമാണ്. ആ ഒരു പുതിയ നിർമ്മലയും കൂടി കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. നല്ലൊരു കവിത കേൾക്കാനും സാധിക്കും. ശ്രീദേവി കവിതയെ കുറിച്ച് ചൊല്ലാൻ പറഞ്ഞപ്പോ ഞാൻ സാധാരണ അങ്ങനെ കവിത ചൊല്ലാറൊന്നുമില്ല. പിന്നെ ഭാസി ഗ്രൂപ്പിലിട്ടുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ എന്ന രീതിയിലേക്കാണ് പല ഓപ്ഷൻസ് കണ്ടു. അപ്പൊ ഒരു അനുഭവം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വന്നത്. അപ്പൊ കവിതയുടെ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു കവിത ചൊല്ലാതിരുന്നാലും മോശമാണെന്നുള്ളത് കൊണ്ട് അത്ര നല്ല ശബ്ദമൊന്നല്ല, നന്നായി ചൊല്ലാനൊന്നും അത്രയൊന്നും ചെയ്യാറില്ല. പക്ഷെ കുട്ടികളുടെ മുമ്പില് നന്നായി ചൊല്ലാറുണ്ട്, അവരത് അംഗീകരിക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നല്. അപ്പൊ നിങ്ങളൊക്കെ കുട്ടികളായിട്ട് തന്നെ കണക്കാക്കി അതിനനുസരിച്ച് ചൊല്ലാൻ കഴിയുമോ? അതിനൊരു കാര്യമുണ്ട്. അധ്യാപകന് എപ്പോഴും മുന്നിലിരിക്കുന്നവരെ കുട്ടികളായിട്ട് കാണാൻ പറ്റും. കാരണം അധ്യാപകൻ എന്താ ചെയ്യുന്നത്, കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും. അപ്പൊ അധ്യാപകൻ എപ്പോഴും മുന്നിൽ കുട്ടികളായിട്ട് കാണും. നിങ്ങളൊക്കെ ഈ അധ്യാപകന്റെ കുട്ടികളാണ് കുറച്ച് പ്ലീസ് കാര്യം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കവിതയിലും കഥയിലൊക്കെ സമ്മാനമൊക്കെ സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് കണക്ക് പഠിച്ചുകൊണ്ട് ഞാനൊന്നും തുടർന്നില്ല. ഇപ്പോ ഞാൻ അവസാനം 2ാം ക്ലാസ്സിലെ ഒരു അധ്യാപകന ആയിരുന്നുകൊണ്ടാണ് അവസാനത്തെ ഒരു വർഷം 2020 അങ്ങനെ വിരമിച്ചത്. കാലിൽ ക്ലാസിന്റെ മൂലയിൽ നിൽക്കുന്ന കാക്കറുപ്പുള്ള ബ്ലാക്ക് ബോർഡ്, മുക്കാലിൽ ക്ലാസിന്റെ മൂലയിൽ നിൽക്കുന്ന കാക്കറുപ്പുള്ള ബ്ലാക്ക് ബോർഡ്, തൂവെള്ള ചോക്കിനാൽ നിന്മേലെഴുതിയ അക്ഷരമൊക്കെയും നീ പഠിച്ചോ. തൂവെള്ള ചോക്കിനാൽ നിന്മേലെഴുതിയ അക്ഷരമൊക്കെയും നീ പഠിച്ചോ. ചോക്കിന്റെ അറ്റം നിന്മേനിയിൽ തട്ടുമ്പോൾ ഇക്കിളിയാകാത്തതെന്തുകൊണ്ട്. ചോക്കിന്റെ അറ്റം നിന്മേനിയിൽ തട്ടുമ്പോൾ ഇക്കിളിയാകാത്തതെന്തുകൊണ്ട്. വീട്ടിലെ ഡസ്റ്ററു കൊണ്ടെല്ലാം മാറ്റുന്ന നേരത്ത് വേണ്ടെന്നു ചൊല്ലാത്തതെന്തുകൊണ്ട്. ഡസ്റ്ററു കൊണ്ടെല്ലാം മായ്ക്കുന്ന നേരത്ത് വേണ്ടെന്നു ചൊല്ലാത്തതെന്തുകൊണ്ട്. വീട്ടിലേക്കെല്ലാരും പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്കു നിൽക്കുവാൻ പേടിയുണ്ടോ. വീട്ടിലേക്കെല്ലാരും പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്കു നിൽക്കുവാൻ പേടിയുണ്ടോ. രാത്രിയിലെല്ലാരും കൂർക്കം വലിക്കുമ്പോൾ
മുക്കാലിൽ തന്നെയോ നിന്നുറക്കം. രാത്രിയിലെല്ലാരും കൂർക്കം വലിക്കുമ്പോൾ മുക്കാലിൽ തന്നെയോ നിന്നുറക്കം. ഇത്രയാണ് കവിതയുള്ളൂ. ഒരു ചിത്രം പൂർത്തിയായി എന്നാണ് നാടകത്തിന്റെ പേര്. ഒരു കാലിന് ഞൊണ്ടുള്ള ഒരു ചിത്രകാരനായിട്ടാണ് ശങ്കരൻ. ഒരു ചിത്രം പൂർത്തിയായി, അതിലൊരു കാലിന് ഞൊണ്ടലുള്ള ഒരു ചിത്രകാരനായിട്ടാണ് ശങ്കരനാരായണൻ അഭിനയിച്ചത്. അതില് എനിക്ക് സ്ത്രീ വേഷമായിരുന്നു. അല്ല, അന്ന് തുടങ്ങിയതാണ് ശരിക്കല്. അതുകൊണ്ടാണ് ചെർപ്പശ്ശേരി ഹൈസ്കൂൾ പ്രിൻസിപ്പളായി വിരമിച്ച വാസുദേവൻ മാഷ്, അദ്ദേഹം ദിവംഗതനായി. അദ്ദേഹമാണ് ആ നാടകമൊക്കെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തത്. അതുകൊണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെയൊരു സംഭവം ഉണ്ടായി. ശങ്കരനാരായണൻ പറഞ്ഞ അതേപോലെ തന്നെ സ്ലേറ്റ് പറയേണ്ടി വരുന്നില്ല. വേറൊരു 4 വരി ഒരു കുട്ടി എഴുതിയതായിരുന്നു. ഒരു കുത്തിവരയുടെ നോവുകൾ ഒരൊറ്റ തലോടലിൽ മായ്ച്ചു കളയുന്ന സ്നേഹം, അതാണല്ലോ നിനക്ക് അടുക്കളക്കരി പുരണ്ട എന്റെ അമ്മയുടെ ഛായ. വളരെ ചെറിയ 4 വരികളാണ്. സ്ലേറ്റ് എന്നുള്ളൊരു വിഷയം കൊടുത്തപ്പോൾ ഒരു കുട്ടി എഴുതിയതാണ്. ഒരൊറ്റ കുത്തിവരയുടെ നോവുകൾ ഒരു തലോടലിൽ മായ്ച്ചു കളയുന്ന സ്നേഹം, അതാണല്ലോ നിനക്ക് അടുക്കളക്കരി പുരണ്ട എന്റെ അമ്മയുടെ ഛായ. കുട്ടിയപ്പോ അമ്മയെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് കുട്ടിയുടെ ഒരു കുത്തിവരയുടെ നോവുകൾ ഒരൊറ്റ തലോടലിൽ മായ്ച്ചു കളയുന്ന സ്നേഹം, അതാണല്ലോ നിനക്ക് അടുക്കളക്കരി പുരണ്ട എന്റെ അമ്മയുടെ ഛായ. അതിപ്പോ പെട്ടെന്ന് ഓർക്കും, ഈ ബ്ലാക്ക് ബോർഡിൽ ബന്ധപ്പെട്ട് ആലോചിച്ചപ്പോ തോന്നിയതാണ്. അപ്പോ സർഗാത്മകതയുടെ ഈ തിളക്കങ്ങള് ഓരോ കുട്ടികളിലും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ മനസ്സിൽ ഓർത്തത്. ഒരാളെ നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും, അത് അവതരിപ്പിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുറച്ച് പേര് ഇനി നമ്മുടെ ലിസ്റ്റിലുണ്ട്. അലിയാമു ഉണ്ട്, കൃഷ്ണബാബു ഉണ്ട്, പിന്നെയുണ്ട് കുറച്ച് ആൾക്കാർ. അപ്പൊ ഇവര് ഇനി ആരാണ് ആദ്യം ആരെങ്കിലും ഒരാളെ ക്ഷണിക്കുന്നു. അലിയാമുനെ കിട്ടതാണ്. എനിക്ക് ഇന്ന് ശ്രീദേവി ഇവിടെ അവതരിപ്പിക്കുന്നത് കണ്ട ആ സ്റ്റൈല് കണ്ടപ്പോ അതങ്ങനെ ഉള്ളെന്ന് വരുന്ന സാധനമാണ്. ശ്രീദേവി ഒരു വലിയ കയ്യല്. കാറ്റു തുള്ളുന്നു കാണാ ചുരങ്ങൾ താണ്ടി, കരക്കാറ്റു കോമരം തുള്ളി മണ്ണിൻ ആർദ്രതയേതോ നേർച്ചക്കോഴി ചെന്നിളപന്ന പോൽ വലിച്ചൂട്ടി വേച്ചു വേച്ചൊരു ചിലമ്പൊച്ചയായകലുന്നു. നെറ്റിയിൽ ഡിസംബറിൽ ചുവന്ന് കുറി ചാർത്തിയ കടശിത്താഴും വേച്ചു വേച്ചൊരു ചിലമ്പൊച്ചയായകലുന്നു. നെറ്റിയിൽ ഡിസംബറിൽ ചുവന്ന് ലതിക്കുറി ചാർത്തിയ കടശിത്താളം ആണിക്കുറ്റിയിൽ കിടന്നാത്മമുക്തിക്കായി പിടയുന്നു. 31ാമത്തെ കള്ളിയിലാരേ രക്തം തുപ്പി വീഴുന്നു. പഠിക്കുന്ന പോൽ പകലിന്റെ ഇത്തിരി രക്തം പോക്കുവെയിലായി ചിതറുന്നു. ചുളിയിൽ ഒടുക്കത്തെ വാക്കുപോൽ വിറകൊള്ളും ഒരു നക്ഷത്രം ക്ഷണികായുസ്താം ത്രിസന്ധ്യതൻ മടിയിൽ നിന്നു നനന്തതയിൽ തുടിക്കുന്നു. മൃദമീ ശബ്ദം ഇതിൻ്റെടത്തെ കുളിപ്പിക്ക മിഴികൾ ചൊരിയുന്ന പനിനീരിനാൽ നെഞ്ചിലൊരുകും സ്നേഹത്താലെ ഇനിയൊരുക്കാമിതിൻസിത. മൃദമീ ശബ്ദം ഇത് നമ്മുടെ വാഴ്വിൽ നിന്നും ക്ഷതമായി വ്രണിതമായി അറ്റുപോം അവയവം. പഴത്തോലും
നിജകൃത്യം നിറവേറ്റിയിട്ടന്യമാവുന്നു പൊടിയുന്നു. അന്യമാവുന്നില്ലെന്നാൽ അതിനോർമ്മകൾ ഏതോ വന്യപുഷ്പത്തിൻ രൂക്ഷഗന്ധവാഹിയാം കാറ്റായി വന്നു ചൂഴുന്നു. ആരെ പാടുന്നു തമോ ഭൂവിൽ കൈപ്പുപോയൊരു പടുകാഞ്ഞിര മരത്തിന്റെ പച്ചില ചാർത്തിനിടയ്ക്ക് അശരീരിയായൊരു നീടു ഗന്ധർവൻ. ഗന്ധർവനോ ഗന്ധർവൻ പോറ്റും കിളിപ്പൈതലോ കാലത്രയ സാക്ഷിയായി ഗാനം ചെയ്യൂ. എത്ര വിഹുലതകൾ സംഭ്രമവികാതങ്ങൾ എത്രയോ സമസ്യകൾ കൊടുക്കും സംഭ്രാസങ്ങൾ. വിശ്വാസ തകർച്ചകൾ വംശാഹന്തകൾ വംശവിച്ഛേദ വിധി എത്ര തിരിപ്പിൻ കാർക്കശ്യങ്ങൾ അധികായതൻ പതനങ്ങൾ ആ മറ്റുള്ളവർക്കായി അറിഞ്ഞേ തീരും. ഹരിചന്ദനം പോല മരിയ നാരീ ജന്മ ദുരിത സുഹൃതങ്ങൾ വിളയും ഖനികളീ അബ്ദങ്ങൾ അവയിലൂടെ നന്നായി അവതരിപ്പിച്ചത് നന്നായി. അത് ഉൾക്കൊണ്ടിട്ടുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് അനുഭവിക്കാൻ കഴിയും. തപിച്ചു നീരാവിയായി വിണ്ണിലേക്ക് ഉയരേണ്ട തറയിൽ ഒരു തരി മണ്ണിന് നനവേകാം എന്ന് പറഞ്ഞ കവിയാണ് ONV. തപിച്ചു നീരാവിയായി വിണ്ണിലേക്ക് ഉയരേണ്ട തറയിൽ ഒരു തരി മണ്ണിന് നനവേകാം. അപ്പോ ഓരോ കവിയുടെയും അടയാളപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ കവിതേനെ പുറത്തേക്ക് വെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് തരുന്ന ആ വിശാലമായ അർത്ഥത്തിലുള്ള മനുഷ്യ സ്നേഹ മാനവികത, അത് ONVയുടെ വരികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അപരന്റെ ദാഹത്തിനെന്റേതിനേക്കാളും അധികമാം കരുതലും കരുണയും കുടിപാർക്കുമൊരു വീടെനിക്കുണ്ട്. അതിൽ കൊച്ചു തിണ്ണമേൽ വെറുതെ ഇരുന്നു ഞാൻ പാടുന്നു. വിഫുല നിമിഷങ്ങളെ നിങ്ങളീ വീടൊഴിയുക നിറവാർന്ന കേവലാഹ്ലാദമേ പോരിക പോരിക. ഇപ്പോ അപരന്റെ ദാഹത്തിന് എന്റേതിനേക്കാളും വില കൽപ്പിക്കുന്ന ഈ അപരപ്രിയത്വം ഇത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള കവി. അപ്പൊ നമുക്ക് നമ്മുടെ നിമിഷങ്ങളെ ആഹ്ലാദപൂർണമാക്കാൻ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്താണെന്ന് ഒരുപാട് ഒരുപാട് കവിതകളിൽ കൂടെ പറഞ്ഞു തന്നിട്ടുള്ള കവിതയാണ് ONV. അപ്പൊ ഇനി അടുത്ത ഈ സെഷന്റെ അടുത്ത അവതരണത്തിന് വേണ്ടി P.P. രാമേന്ദ്രൻ എഴുതിയ കവിതയാണ്. കോടിയുടുക്കാൻ എല്ലാവർക്കും ആടിവരയ്ക്കും കാക്കേണം. കോടിയുടുക്കാൻ എല്ലാവർക്കും ആടിവരയ്ക്കും കാക്കേണം. എന്നാൽ എന്നോട് കാര്യം വേറെ എല്ലാ നാളും തിരുവോണം. എന്നാൽ എന്നോട് കാര്യം വേറെ എല്ലാ നാളും തിരുവോണം. നിത്യവും ഓരോ പുത്തനുടുപ്പുകൾ കിട്ടുമെനിക്കു ചമഞ്ഞിടാൻ. ഇന്നലെ ഒരു പുതു ചുരിദാരെങ്കിൽ ഇന്ന് പട്ടിൻ പാവാട. നാളേക്കുള്ളതും ഇടിയും ടോപ്പും മറ്റന്നാളോ ജീൻസാകും. പളപളമിന്നു മുടുപ്പുകളങ്ങിന് പലതരമുണ്ടീ പെട്ടികളിൽ. എന്നും പുത്തനുടുത്തിട്ടങ്ങിന് മിന്നും ഞാനീ വഴിവക്കിൽ. വഴിയെ പോകും കുട്ടികളെല്ലാം കൊതിയോടെന്നെ നോക്കുന്നു. ഇതുപോലുള്ളതും വാങ്ങണമെന്നൊരു പിടിവാശിയുമായി നിൽക്കുന്നു. എന്നാലിനിയൊരു സത്യം പറയാം, സങ്കടമാണതു ചൊല്ലിടാൻ. എന്നാലിനിയൊരു സത്യം പറയാം, സങ്കടമാണ്
അച്ഛനും അമ്മയുമില്ലാത്തോർ ഞാൻ, അച്ഛനും അമ്മയുമില്ലാത്തോർ ഞാൻ, അച്ഛൽ വാർത്തൊരു മണ്ണുരുവം, വസ്ത്രക്കടയുടെ മുൻവാതുക്കൽ വെച്ചിട്ടുള്ളൊരു പെണ്ണുരുവം, വസ്ത്രക്കടയുടെ മുൻവാതുക്കൽ വെച്ചിട്ടുള്ളൊരു പെണ്ണുരുവം. കഴിഞ്ഞു. കൃഷ്ണബാബുവിന്റെ കോടി അവതരിപ്പിച്ച കോടി എന്നുള്ള പി പി രാമന്റെ കവിത വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിന്റെ അത് ഉയർത്തുന്ന ആശയങ്ങളുടെ ആ ഒരു വരുന്നയില് അല്ലാതെ ലയിച്ചിരുന്നു പോയി. ഒരുപാട് വിഷയങ്ങളെ ആ കവിത അഭിസംബോധന ചെയ്യുന്നതെന്ന് തോന്നി. അവസാനം ഒരു ചേല ചുറ്റിയൊരു പെണ്ണുരുവം ആണത് അല്ലേ? അത് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ട ഒരു വിഷയമായതുകൊണ്ട് അതിൽ പറയുന്നത് മുഴുവൻ ഇപ്പൊ വിശദമാക്കുന്നില്ല. പക്ഷെ ആ കവിത വല്ലാതെ മനസ്സിൽ തട്ടി, അവതരിപ്പിച്ചതും നന്നായി. ഈ ഒന്നുമല്ലാത്ത പൊള്ളയായ നമ്മളെ കുറിച്ച് പി പി രാമേന്ദ്രൻ എന്റെ മുമ്പ് എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കവിതയാണ് മാമ്പഴക്കാലം എന്നുള്ളത്. നാട്ടിൻപുറത്തുള്ള മാങ്ങകൾക്കെല്ലാം രുചി ഈ മാംഗോ ഫ്രൂട്ടിക്കുള്ളത് പോലെ ആണോ എന്ന് കുട്ടി കുഴലിലൂടെ മധുരദ്രാവകം നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോ അച്ഛനോട് ചോദിക്കുന്നു. അച്ഛൻ അതിന് മറുപടി പറയുന്നത് തന്റെ ഇവിടെ അവതരിപ്പിച്ച ഈ നമ്മൾ ചർച്ച ചെയ്ത പഴയ ബാല്യകാലത്തിന്റെ കുറെ സ്മരണകളിലേക്ക് അച്ഛൻ പോകുന്നു. അതൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. പക്ഷെ അതിന്റെ അവസാനിപ്പിക്കുന്നത്, മകളെ നീ ഇപ്പോൾ പുറത്തേക്കെറിഞ്ഞൊരി മധുര കൂടിനൊപ്പം ഉള്ളയാണത്രേ നമ്മൾ. വാങ്ങുക, കുടിക്കുക, പുറത്തേക്കെറിയുക, ജീവിതം നിറച്ചൊരി കൂടുകൾ നാളേക്കില്ല. പണ്ട് നമ്മൾ മാങ്ങ തിന്ന അണ്ടി പുറത്തേക്ക് വലിച്ചേർന്നിരുന്നു. ഈ അണ്ടിക്ക് തൊടാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു. നാളേക്കും അത് മുടയ്ക്കണം, അതിവിടെ വളരണം. അത് ഒരുപാട് പേർക്കുള്ള അന്നവും ആഹാരവും തണലും തണുപ്പും ആശ്വാസവും ഒക്കെ ആയിട്ട് അതിവിടെ ഉണ്ടാവണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇന്നത്തെ ഉപഭോഗ സംസ്കാരം നമ്മളെ അതൊന്നൊക്കെ അകറ്റിയിട്ടുണ്ട്. അപ്പോ ഈ മധുര കൂടിനൊപ്പം കൊള്ളയാണത്രേ നമ്മൾ എന്ന് പറയുന്ന കവിതയും ഇതിൽ കാണാം. അതല്ലാതെ ഉണ്ട് ഈ കവിത ഉയർത്തുന്ന ഒരുപാട് വിഷയങ്ങൾ. എന്തായാലും നല്ല കവിത, വളരെ സന്തോഷം. ഇതൊക്കെ വിളിച്ചു ചോദിക്കും. ഞാൻ ശ്രീദേവിനെയാണ് ആദ്യം അവിടേക്ക് കൊടുത്തത്, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ. അപ്പൊ ഇപ്പൊ ഇവിടെ ഇന്നിങ്ങനെ പറഞ്ഞാല് സ്മിത ഹരിദാസിനെ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഇത് പെട്ടെന്ന് അവരുടെ 2 ദിവസം മുമ്പ് ഉണ്ടായത്. അപ്പൊ ശ്രീദേവി എന്തായാലും നമ്മുടെ കുമാരനാശാന്റെ ചിന്താവിഷയായ സീത, അത് വളരെ മനസ്സിൽ തട്ടുന്നതാണ്. ചിന്താവിഷ്ടയായ സീത ഇപ്പൊ അടുത്തൊരു വയനോത്സവത്തിന് പോയപ്പോ പിന്നെ നമ്മുടെ കവി രാമന്റെ പത്നിയാണ് അതിങ്ങനെ ഇങ്ങനെ. അപ്പൊ ശ്രീദേവിക്ക് കുറച്ചും കൂടി അതിനെ ഞാനൊരു 4 വരി ഞാൻ ചൊല്ലുള്ളൂ കേട്ടോ, ഇവരുടെ അത്രതൊന്നുമില്ല. പക്ഷെ ശ്രീദേവി അതിന്റെ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയുടെ ആത്മസംഘർഷമുള്ള ചിന്താവിഷ്ടയായ സീതയുടെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ വളരെ ടീച്ചറിന്റെ ഈ സന്ദർഭത്തോടു കൂടി അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. വരുമ്പോഴും വിനയം നോർത്തു വൃഥാ ഭയപ്പെടും, കനിവാർന്നു പിടിച്ചിണക്കുവാൻ തുനിയുമ്പോൾ പിടയുന്ന പക്ഷി പോൽ. അത് അതിന്റെ ശബ്ദമല്ല, അതൊക്കെ അതിനാ ശ്രീദേവിയുടെ ശബ്ദത്തിന് അതിൻ്റെതായ നമ്മുടെ മനസ്സിലാ സീതയുടെ മനസ്സ് പിടയുന്ന ആ സന്ദർഭം ഈ ചൊന്നു. 1919 രചിക്കപ്പെട്ട ഒരു കവിതയാണ് ചിന്താവിഷ്ടയായ സീത. 100 കൊല്ലം കഴിഞ്ഞു. നമ്മുടെ മലയാള ഭാഷ സാഹിത്യ ലോകം മുഴുവൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതും വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഇന്നും അത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കൃതി 100 വർഷത്തിന് ശേഷവും ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം എന്താവും? അത് കാലങ്ങളിലൂടെ വളരുന്നു, കാലത്തിനെയും കടന്നു വളരുന്നു. വായിക്കുന്ന ഏത് കാലത്തിനും പ്രസക്തമാവുന്ന കവിത വരാൻ പോകുന്ന കാലത്തിനെയും അഭിസംബോധന ചെയ്യാൻ കെൽപ്പുള്ള കവിത. ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ഫെമിനിസ്റ്റ് കവിത എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ആശാൻ ആശയഗംഭീരൻ, സ്നേഹഗായകൻ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ട ഒരു കവി, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കുമാരനാശാനുണ്ട്. പക്ഷേ
എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്താവിഷ്ടയായ സീത മാത്രമല്ല, ആശാന്റെ നായികമാരൊക്കെ അതെ, എല്ലാവരും സമൂഹത്തിൽ നിന്ന് അരികുവൽക്കരിക്കപ്പെട്ടവരാണ്. വീണപൂവ് മുതൽ കരുണയിലെ വാസവദത്ത വരെ. നേരെ വിടർന്നു വിലസീടിനെ നിന്നെ നോക്കി ആരാകിൽ എന്ത് വിളിയുള്ളവർ നിന്നിരിക്കാം. അതല്ല ആശാന്റെ വിഷയം. വീണ പൂക്കളാണ്, പരിത്യക്തകളിലാണ്, അവഗണിക്കപ്പെട്ടവരിലാണ്, വീട് വിട്ടു പുറത്തു പോയവരിലാണ്. രാജധർമ്മം, അന്നത്തെ നീതിശാസ്ത്രങ്ങളൊക്കെ സ്ത്രീ വിരുദ്ധമായ നിലപാട് കൊണ്ട് സ്ത്രീകളെ കഷ്ടപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ്. ചിന്താവിഷ്ടയായ സീതയും അതെ, ഒരു സ്ത്രീ സ്വത്വവാദത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് വായിക്കാവുന്ന ഒരു കവിത തന്നെയാണ്. ഒറ്റയ്ക്കിരുന്ന് ഏകാന്തതയില് ഒരാശ്രമവാടത്തിൽ ഇരുന്നുകൊണ്ട് സുധർ മാമുനിയോട് അയോധ്യയിൽ ഗതമായോരളവന്നൊരമ്പിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൽ ഉടചാന്തവാടിയിൽ നിന്നാണ് ആ കവിത തുടങ്ങുന്നത്. തുടക്കത്തില് സീത എന്ന് പറയുന്നത്. പിന്നെ അവിടെ സീതയല്ല, പിന്നത്തെ ശ്ലോകങ്ങളിലൊക്കെ അവനീശ്വരി അങ്ങനെ തുടങ്ങി പല പദങ്ങളാണ് ആശാൻ പറയുന്നത്. അപ്പോ ഈ സീത ഏതു രാമായണത്തിലാണ് സീത രാമനെ അനുഗമിക്കാതിരുന്നിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമാണുള്ളത് ആശാന്റെ സീത മാത്രം. ഇനി മുതല് ഞാൻ ഈ ഭുജശാഖ വിടുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് പറന്നു പോവുകയാണ്. പ്രിയ രാഘവം, പ്രിയ രാഘവാന്നാണ് അഭിസംബോധന. ആലോചിച്ച് നോക്കുക. പലപ്പോഴും ആര്യപുത്രാന്നോ പ്രാണേശ്വര പ്രിയതമാണോന്നും അല്ല അതിന്റെ അഭിസംബോധന. ആ രാജധർമ്മത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് വരികൾ അതിലുണ്ട്. നെടുനാൾ വിപിനത്തിൽ ഞങ്ങൾ കഴിയാൻ ഇടവന്നത് എന്റെ കുറ്റമോ? കടു രാക്ഷസ ചക്രവർത്തി എൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ? ശരി ഭൂപതി സമ്മതിക്കണം, ചരിതവ്യത്തിൽ നീ പ്രജാമതം. ഒരു ഭരണാധികാരി തന്റെ രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നോക്കണമല്ലോ. അപ്പൊ അത് പ്രകാരമാണെന്നാണ് വെപ്പ്. അപ്പോ ശരി ഭൂപതി സമ്മതിക്കണം, ചരിതവ്യത്തിൽ നീ പ്രജാമതം. പക്ഷേ ഒരു കാര്യം സീത പറയുന്നുണ്ട്, പിരിയാൻ പല കക്ഷിയായി ജനം. പല കക്ഷികളായിട്ട് ജനങ്ങൾ പിരിയുമല്ലോ. അപ്പൊ പിരിയാൻ പല കക്ഷിയായി ജനം. അതിന്റെ സത്യം എന്താണെന്ന് ഭവാൻ ഒരിക്കലെങ്കിലും അന്വേഷിക്കേണ്ടതായിരുന്നില്ല. അതല്ലേ ജനാധിപത്യം? അതുണ്ടായിട്ടില്ല. ഒന്ന് ആദ്യം പറഞ്ഞ വനയാത്രയ്ക്ക് പുറപ്പെടുമ്പോ പറയുന്ന ന്യായം ഒന്ന്, ഉപേക്ഷിക്കുമ്പോ പറയുന്ന ന്യായം വേറൊന്ന്. അപ്പൊ ഈ പലവിധ ന്യായങ്ങളാണ് അവിടെ. അതിന്റെ ഇടയിലാണ് ഈ ജീവിതം സീതയുടെ ഇത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാവുന്നത്. ശരി, എന്റെ ആശ്രമവാടത്തിലിരുന്ന് സീത ഇതൊക്കെ ചിന്തിക്കുന്നത്. കളി തീർന്നു, ഇനി നട്ടുവന് ഇവിടെ പിന്നെ ഒന്നും ചെയ്യാനുള്ള കർമ്മങ്ങളില്ല, അതുകൊണ്ട് ഇനി ഞാൻ അരങ്ങിൽ നിന്ന് പിരിയണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ഒരു സീതയെ കാണാം. ലക്ഷ്മണനോട് മാപ്പ് ചോദിക്കുന്ന സീതയെ കാണാം. കനിവാർന്ന് അനുജാ പൊറുക്കുക, ഞാൻ നിലയാതെ ഓടിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലതോ എന്ന് സീത പറയുന്നുണ്ട്. ഒരുപാട് ആശാന്റെ വരികൾ കാലത്തെ കടക്കുന്നു എന്ന് പറയുന്നത്, ഒരു വേള പഴക്കമേറിയാൽ ഇരുളും എന്റെ വെളിച്ചമായി വരാം. ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കൈപ്പുകാരനെ. ഈ ജീവിതവും കൊണ്ട് നടക്കുന്ന എത്ര ആളുകൾ നമ്മുടെ ചുറ്റിലും ഇപ്പോഴും ഉണ്ട് ഈ നൂറ്റാണ്ടിൽ. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ ഏത് കാലത്തേക്കും പര്യാപ്തമായ ഒരുപാട് വരികൾ അതിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് സ്ത്രീ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളുമായി ബന്ധപ്പെട്ട്. പിന്നെ ഈ അനുജനോടുള്ള ക്ഷമാപണം, അതേപോലെ തന്നെ രാമനെ സ്നേഹിച്ചിരുന്ന നാളുകൾ, ഇരുമെയ്യാണെങ്കിലും രണ്ട് ശരീരങ്ങളാണെങ്കിലും ഒന്നായി ഒറ്റയായി കഴിഞ്ഞിരുന്ന ആ കാലം. ഒരു പ്രിയ ശിഷ്യയായും ഒപ്പം കളിക്കുന്ന ഒരു കുട്ടിയായിട്ട് രാമനെ കണ്ടെത്തുന്നത് ജീവിതത്തിലെ ഒരു ദമ്പതിമാരും കഴിഞ്ഞിട്ടില്ലാത്ത അത്രയും ആഹ്ലാദത്തോടുകൂടി പഞ്ചവടിയിൽ കഴിഞ്ഞ കാലങ്ങൾ. ഇതിനെ കുറിച്ചൊക്കെ സീത ഓർക്കുന്നു. ഒരു ഗർഭിണിയായി തന്റെ അരുമയായി വളർന്നു വന്നിരുന്ന മാനിനെ നോക്കിയിരിക്കുമ്പോൾ ശ്രീരാമന്റെ കണ്ണുകളിൽ കണ്ട ആ ഒരു സ്നേഹം, വാത്സല്യം, ദയ, ഇതൊക്കെ അന്നുണ്ടായിരുന്നു. ഇതൊക്കെ നഷ്ടപ്പെട്ടുവോ എന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ, രാജാവായപ്പോൾ രാമന്റെ തൊലി എങ്ങനെ ഇത്രയും കട്ടിയുള്ളതായിരുന്നു?
ചോദിക്കുന്നത്. നോതും മുനീന്ദ്രന്റെ കാൽ കണ്ടാർ നോക്കി നടന്ന ഭോവതനയായി ചെന്ന സഭാന്തികമെത്തി ഒന്നനുശയക്രാന്താസ്യനാം കാന്തനെ കണ്ടാൽ പൗരസമക്ഷം അന്നിലയിലേ യോഗം വെടിഞ്ഞാൽ സതി. അപ്പോ വിനയത്തിന് വിധേയമായ ഉടലുകൊണ്ട് രാജസന്നിധിയിലെത്തി തന്റെ മനവും ചേതന വഴങ്ങാത്ത ചേതനയോടുകൂടി അവൾ ആ ഉടലിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഒരു സത്യപ്രസ്താവനയ്ക്കും സീത അവസാനം ഇടം കൊടുത്തിട്ടില്ല എന്ന് കുമാരനാശന്റെ വരികളിൽ കൂടെ നമുക്ക് വായിക്കാം. ഒരു തവണ സത്യപ്രസ്താവന ചെയ്തതാണ്. അരുതെന്തായി വീണ്ടും എത്തി നിൻ തിരുമുമ്പിൽ തെളിവേകി ദേവിയായി മരുന്നിടണമെന്ന് മന്നവൻ കരുതുന്നോ? ശരി, പാവയോ ഇവൻ? ഈ പാവയോ ഇവൻ എന്നുള്ള ചോദ്യം ഇന്നും നമ്മുടെ ഇടയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ പാവയാവാൻ വയ്യ എന്നാണ് ചേതനയുടെ തീരുമാനം. അങ്ങനെ ഉടനെ ഉപേക്ഷിച്ച് അനുശയക്രാന്താസ്യനാം എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ തന്നെ, ആ പ്രയോഗത്തിൽ തന്നെ നമുക്കറിയാം രാമന്റെ ഒരു അവസ്ഥ. അപ്പോ ഒന്നും മിണ്ടാതെ എന്ന് പ്രത്യേകം പറയുന്നത്. അങ്ങനെ അവള് അന്തർധാനം ചെയ്യുന്നതാണ് ചിന്താവിഷയായ സീതയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഇതിന് 1, 2, 3 ഭാഗങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ നമുക്കതിനെ കുറച്ചുകൂടി തെളിച്ചം വരും. സമയം വളരെ